Good morning, students. Let's continue our programming lesson. Previous class, we discussed about how to apply font size, font color, and table borders, etc. in the HTML tags. Today, we discuss how to apply directions in our program. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HTML ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഹെഡ്, ടൈറ്റിൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ എങ്ങനെയാണ് ഒരു വെബ് പേജിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക അതും പറഞ്ഞു. BG കളർ എന്നുള്ളത് യൂസ് ചെയ്തിട്ടാണ് ഒരു വെബ് പേജിന് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുക്കാറ്. അതുപോലെ തന്നെ ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3, അങ്ങനെ ഒരുപാട് ഹെഡിങ് ഉണ്ട്. മെയിൻ ഹെഡിങ്ങിനെ ഹെഡിങ് 1 കൊടുക്കുന്നു. അതുപോലെ തന്നെ സബ് ഹെഡിങ്ങിനെ ഹെഡിങ് 2 എന്നതിലും കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ഹെഡിങ്ങിന് ഓരോന്നിനും എന്ത് കളറാണ്, ഫോണ്ട് കളർ, ഫോണ്ട് സൈസ് എന്നിവ നമുക്ക് ആ ബോഡി എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൊടുക്കാറ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ടേബിൾ ബോർഡർ. ഒരു വെബ് പേജിൽ എങ്ങനെയാണ് ടേബിൾ ബോർഡർ കൊടുക്കുക, അതിൻ്റെ സൈസ് എങ്ങനെയാണ് കൊടുക്കുക എന്നെല്ലാം പഠിച്ചു. ഇന്ന് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ തന്നെ ഒരു IMG SRC എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇമേജിനെ നമ്മുടെ വെബ് പേജിൽ കൊണ്ടുവരാം. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഡേനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ടൈറ്റിലായിട്ട് സ്കൂൾ സ്പോർട്സ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ BG കളർ എന്താ വേണ്ടത്, ലൈറ്റ് ഗ്രീൻ ആണ്. ഹെഡിങ്ങിൽ MIM ഹൈസ്കൂൾ മാണൂർ എന്ന് കൊടുത്തു. സബ് ഹെഡിങ് ആയിട്ട് സ്പോർട്സ് ഡേ 2020 എന്ന് കൊടുത്തു. അതിൻ്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ എന്ന് കൊടുത്തു. പിന്നെ എന്തൊക്കെ ഐറ്റംസ്, ഇവൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, 100 മീറ്റർ റൈസിൻ്റെ അതുപോലെ റിലേയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം എന്നുള്ള ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ആ പ്രോഗ്രാം. ഇതിൽ മെയിൻ ഹെഡിങ് ആയിട്ട് MIM ഹൈസ്കൂൾ മാണൂർ എന്ന് വന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കണ്ടോ, BG കളർ ലൈറ്റ് ഗ്രീനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ സബ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്, സ്പോർട്സ് ഡേ 2020 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവൻസിൽ എന്തെല്ലാം വരണം, 100 മീറ്റർ റൈസ് വരണം, അതുപോലെ തന്നെ റിലേ വരണം. എന്നിട്ട് നമ്മൾ ഒരു ഇമേജസും കൊടുത്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ചെറിയൊരു ടോപ്പിക് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്കൂളിൽ തന്നെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ വിൻഡോയിൽ നമ്മുടെ പ്രൊജക്ടറൊക്കെ ആണെങ്കിൽ പ്രൊജക്ടറിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് എന്നിട്ട് അത് സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ന്യൂസൊക്കെ കാണുമ്പോൾ കാണാമല്ലോ, താഴെ ന്യൂസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അതെങ്ങനെയാണ് ഒരു വെബ് പേജിൽ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്ത് പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത് വെബ് പേജിലാണ് തുറന്ന് വരിക. അതുകൊണ്ട് തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് എവിടെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇവൻറ്റ്സ് വരേണ്ടത്, ആ ഡയറക്ഷൻ എവിടെയാണോ വരേണ്ടത് അവിടെ നമുക്ക് മാർക്ക് യു ഡയറക്ഷൻ എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഹെഡിങ് 2 താഴെയായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ സ്കൂളിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഹെഡിങ് 2 താഴെയായിട്ടാണ് മാർക്ക് യു ഡയറക്ഷൻ എന്ന് കൊടുക്കേണ്ടത്. അതിന് സ്പേസ് ആദ്യം നമ്മൾ ഓപ്പണിംഗ് ടാഗ് കൊടുത്തു. എന്നിട്ട് മാർക്ക് യുവിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം, MARQUEE, ഇതാണ് മാർക്ക് യു. എന്നിട്ട് സ്പേസ് കൊടുത്തിട്ട് ഡയറക്ഷൻ എന്ന് ടൈപ്പ് ചെയ്തു. നമുക്ക് ഏത് ഭാഗത്താണ് മാർക്ക് യു വേണ്ടത് വെച്ചാൽ റൈറ്റ്, അപ്പ്, ഡൗൺ, ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് എന്നുള്ളത് റൈറ്റിക്കാണ് മാർക്ക് യു കൊടുക്കുന്നത്. അപ്പോൾ റൈറ്റ് എന്നുള്ളത് നമ്മൾ ഡബിൾ കോട്ടിൽ കൊടുക്കണം. മാർക്ക് യു ഡയറക്ഷൻ റൈറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ആ ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്താണ് നമുക്ക് മാർക്ക് യു ഡയറക്ഷനിൽ വരേണ്ടത്, രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നാണ് നമുക്ക് വരേണ്ടത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ്, ഇതാണ് നമുക്ക് ടോപ്പിക്ക് വരേണ്ടത്. മാർക്ക് യു ഡയറക്ഷൻ റൈറ്റ് കൊടുത്തു, രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നാണ് ടോപ്പിക്ക് വരേണ്ടത്. എന്നിട്ട് നമ്മൾ ഏതൊരു ടാഗ് ഓപ്പൺ ചെയ്താലും അത് ക്ലോസ് ചെയ്യണം.  .
അത് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. മിനിമൈസ് ചെയ്ത് വിൻഡോ പ്രോഗ്രാം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്തു. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളത് ഇവിടെ മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? നമ്മൾ റൈറ്റിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളത് നമുക്ക് മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ? മൗസ് ഒന്ന് സ്റ്റക്ക് ആയ കാരണമാണ്. അപ്പോൾ ഓക്കെ, രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് കണ്ടോ മൂവ് ചെയ്യുന്നത്. ഇതാണ് മാർക്ക് യു ഡയറക്ഷൻ എന്നുള്ള ആ ടാഗ് കൊടുത്ത കാരണമാണ് ഈ മാർക്ക് യു രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളത് മൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ് മാർക്ക് യു ഡയറക്ഷൻ. ഇപ്പം കണ്ടോ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നുള്ളത് മൂവ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ മാർക്ക് യു ഡയറക്ഷൻ എന്നുള്ള ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ആൽഫബറ്റ്സ് ടെക്സ്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മാർക്ക് യു ഡയറക്ഷൻ എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ള കുറച്ച് ടാഗ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് HTML ടാഗ്, ഹെഡിങ് ടാഗ്, ടാബിള്, ബോഡി, ടൈറ്റില്, പിന്നെ നമ്മൾ എന്ത് കൊടുത്തു? ഫോണ്ട് സൈസ്, ഫോണ്ട് കളറ്, പിന്നെ ബോൾഡ് ചെയ്യാൻ B, ഇറ്റാലിക്കിന് I, അണ്ടർലൈൻ ചെയ്യാൻ U, അങ്ങനെ ഒരുപാട് ടാഗുകൾ നമ്മൾ പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ വരുന്നത് നിങ്ങളുടെ പേജ് നമ്പർ 121 മാച്ച് ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വിത്ത് ദ കറസ്പോണ്ടിങ് HTML ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഒരു വർക്ക് ഉണ്ട്. ഫസ്റ്റ് ഇമേജ് കൊണ്ടുവരാൻ ഏത് ടാഗാണ് യൂസ് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമേജ് കൊണ്ടുവരാൻ IMG SRC എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതങ്ങോട്ട് ക്ലോസ് ചെയ്ത് മാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടർലൈന് U എന്ന ടാഗാണ്. ഹൈപ്പർ ലിങ്കിന് നമ്മളിവിടെ ഏത് ടാഗാണ് യൂസ് ചെയ്യുക? A എന്നുള്ള ടാഗിലാണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ എന്ത് കൊടുക്കാം? ബോഡി BG കളർ എന്ന് കൊടുക്കാം. പിന്നെ പാരഗ്രാഫിന് P എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്ത് മാഡത്തിന് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന ടാഗ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. ടാഗ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.